ആശുപത്രികളിലെ കുത്തക ഭീമന്മാരെ കുറിച്ചാണ്. അവരുടെ നിക്ഷേപം എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ ചെറിയ ഒരു തുകയല്ല, വൻ നിക്ഷേപമാണ്. കേരളത്തിലെ ആതുരാലയങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകയാണ്. ആഗോള നിക്ഷേപക കമ്പനികളായ ബ്ലാക്ക് സ്റ്റോൺ, KKR എന്നിവരാണ് 7000 കോടിയോളം രൂപ കേരളത്തിലെ ആതുരാലയങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ബ്ലാക്ക് സ്റ്റോൺ തങ്ങളുടെ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമായ ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ് QCIL വഴിയാണ് ഈ നിക്ഷേപങ്ങൾ നടത്തുന്നത്. കേരളത്തിൽ നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്ന ആശുപത്രികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ബ്ലാക്ക് സ്റ്റോണിന് നിക്ഷേപമുള്ള ആശുപത്രികളുടെ പട്ടികയിൽ ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി, ആസ്റ്റർ മിംസ് കോഴിക്കോട്, ആസ്റ്റർ മിംസ് കണ്ണൂർ, ആസ്റ്റർ മിംസ് കാസർഗോഡ്, ആസ്റ്റർ മിംസ് കോട്ടയ്ക്കൽ, ആസ്റ്റർ മദർ അരീക്കോട്, ആസ്റ്റർ PMF കൊല്ലം, കിംസ് തിരുവനന്തപുരം, കിംസ് അൽഷിഫ പെരിന്തൽമണ്ണ, കിംസ് കോട്ടയം, കിംസ് കൊല്ലം എന്നിവയാണ്. ഇത്രയും പ്രധാനപ്പെട്ട ആശുപത്രികൾ ഇന്ന് ബ്ലാക്ക് സ്റ്റോൺ എന്ന കുത്തക ഭീമന്റെ കയ്യിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് KKR ഗ്രൂപ്പാണ്. KKR പ്രധാനമായും ദക്ഷിണേന്ത്യയിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിക്ഷേപം നടത്തിവരുന്നത്. കേരളത്തിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ആശുപത്രികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. KKR നിക്ഷേപമുള്ള ആശുപത്രികളിൽ ഇപ്പോൾ സമരം നടക്കുന്നുമുണ്ട്. മൈത്ര ആശുപത്രി കോഴിക്കോട്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ, ബേബി മെമ്മോറിയൽ പയ്യന്നൂർ, ബേബി മെമ്മോറിയൽ വടകര, ബേബി മെമ്മോറിയൽ തൊടുപുഴ. ഇത്രയും ആശുപത്രികളിൽ KKR എന്ന കുത്തക ഭീമൻ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആശുപത്രികളിലും ബേബി മെമ്മോറിയലും മൈത്രയും ഇതുവരെ നഴ്സുമാരുമായി കരാർ ഒപ്പിടാൻ തയ്യാറായിട്ടില്ല. ഇന്ന് അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിലേക്ക് പണം ഒഴുകി തുടങ്ങിയത് എന്നു മുതലാണ് എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. 2023 ഒക്ടോബർ മുതലാണ്. ICICI വെഞ്ചേഴ്സിനും കേരളത്തിൽ ആശുപത്രികളിൽ നിക്ഷേപമുണ്ട്. CX പാർട്ട്നേഴ്സും കേരളത്തിൽ പണം മുടക്കിയിട്ടുണ്ട്.